നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പലവിധത്തിലുള്ള ആനുകൂല്യങ്ങൾ നമ്മെ ഓരോ മാസവും തേടിയെത്താറുണ്ട്. അതിൻ്റെ നേട്ടമൊക്കെയും ഓരോ നക്ഷത്രക്കാർക്കും ലഭിക്കാറുമുണ്ട്. ജ്യോതിഷപ്രകാരമുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നാം ആഗ്രഹിക്കുന്ന സമയത്ത് വരുന്ന ഒരു കാര്യമല്ല. ഭാഗ്യം നമ്മൾക്ക് ലഭിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്തൊന്നും നമ്മളിലേക്ക് ഭാഗ്യം എത്തുകയില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അപ്രതീക്ഷിത നേട്ടങ്ങൾ തേടിയെത്തും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മളെ വമ്പൻ ഭാഗ്യങ്ങളും കാത്തിരിക്കുന്നത്. അതിന് ഏതെങ്കിലുമൊക്കെ ജാതകപ്രകാരമുള്ള മാറ്റങ്ങളോ അതല്ലെങ്കിൽ രാശിയുടെ വ്യതിയാനങ്ങളോ ഗ്രഹങ്ങളുടെ ചലനത്തിൽ വരുന്ന മാറ്റങ്ങളോ ഒക്കെ കാരണമാകുന്നുമുണ്ട്. എങ്കിൽ ഇത്തരം മാറ്റങ്ങൾ പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുതുവെളിച്ചം കൊണ്ടുവരുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും. കാരണം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മേലൊരു അപ്രതീക്ഷിതമായ നേട്ടം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കരുതൽ പോലെയായിരിക്കും നിങ്ങൾക്ക് ഈ ഭാഗ്യങ്ങളൊക്കെയും വന്നണയാനായി പോകുന്നത്. അപ്പോൾ സാമ്പത്തികവും സാമൂഹികപരവുമായ ജീവിത നിലവാരത്തിലുള്ള മാറ്റങ്ങളൊക്കെയും നിങ്ങളുടെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ കുടുംബ ജീവിതത്തിലുമൊക്കെ കൃത്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നവ കൂടിയാണ്. എങ്കിലും എല്ലായ്പ്പോഴും അവയുടെയൊക്കെ സ്വാധീനം ഒരുപോലെ തന്നെ വ്യക്തികളിലേക്ക് എത്താറുമില്ല. ഓരോ രാശിക്കാരും ഓരോ രാശിയിൽ ഉൾപ്പെടുന്ന ആളുകൾക്കും അത് വെവ്വേറെ തരത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ചില ഭാഗ്യാനുഭവങ്ങൾ ചില നക്ഷത്രക്കാർക്ക് കൂടുതലായി ലഭിക്കുമ്പോൾ മറ്റ് ചിലർക്ക് അത് കുറവായിട്ടായിരിക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതും. ഇതിൻ്റെ പ്രധാന കാരണം ഓരോ രാശിയിലും ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ തന്നെയാണ്. അപ്പോൾ ചില രാശിക്കാരിൽ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ പ്രവേശിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ പ്രവേശിക്കുമ്പോഴും അല്ലെങ്കിൽ ആ രാശിയിൽ നിന്ന് ഗ്രഹങ്ങൾ പുറത്തിറങ്ങുമ്പോഴും ആ ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ മാറ്റത്തിന് വളരെ വലിയ രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ ജീവിതം തന്നെ അപ്പാടെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പ്രഭാവമായിരിക്കും ചെലുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ലോട്ടറി പോലെയുള്ള മഹാഭാഗ്യങ്ങൾ തേടിയെത്തുന്നത്. അതായത് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ വിഷമിച്ചിരുന്ന കാര്യങ്ങൾ പോലും നമ്മളിലേക്ക് എത്തുന്നത്. അത് ചില ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് വളരെ വലിയ വ്യതിയാനങ്ങളായിരിക്കും ഓരോ നക്ഷത്രക്കാരിലും ചെലുത്തുന്നത്. പൊതുവെ പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ സഞ്ചാരമൊക്കെ എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട്. എങ്കിൽ പോലും ചില രാശിക്കാർക്ക് ഇത് വലിയ ഒരു ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന വേളയിൽ മറ്റു ചിലർക്ക് ഭാഗ്യാനുഭവങ്ങളുടെ തോത് വളരെ കുറവാണ്. അതായത് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേകിച്ചൊരു ഫലം പറയുകയാണെങ്കിൽ, ഇത്തവണ ഫെബ്രുവരി മാസം അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന ഈ വേളയിൽ ചില രാശിക്കാർക്ക് ഈ ഒരു സമയം മഹാഭാഗ്യത്തിൻ്റെതാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ശിവരാത്രി വരുന്ന ഒരു വേളയാണ്. അത് എല്ലാ നക്ഷത്രക്കാർക്കും അതിൻ്റെ ഭാഗ്യം കിട്ടണമെന്നുമില്ല. ചില നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്, അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ ഒരു ആഴ്ചയോടാണ് നമ്മളിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസം അവസാനിക്കുന്ന ഈ വേളയിൽ മഹാഭാഗ്യം, വമ്പൻ നേട്ടങ്ങൾ, അത് വിവാഹ ഭാഗ്യം അല്ലെങ്കിൽ ലോട്ടറി പോലെയുള്ള മഹാഭാഗ്യങ്ങൾ, പുതിയൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഗൃഹം പണിയാനുള്ള പ്രാരംഭ നടപടികൾ എടുക്കാൻ, അല്ലെങ്കിൽ പുതിയ ഒരു വാഹന ഭാഗ്യം, അല്ലെങ്കിൽ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ഭാഗ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കാൻ പോകുന്ന ചില രാശിക്കാരുണ്ട്. അത് രണ്ട് കാര്യങ്ങൾ എടുത്ത് പറയേണ്ടത്, ഒന്ന് ആ രാശി ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടി പറയണം. അതിലേറെയായി പറയേണ്ടത് ഈ വരുന്ന 26-ാം തീയതിയാണല്ലോ മഹാശിവരാത്രി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗ്യം കൂടി ഇവരിലേക്ക് വരും. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് കണ്ടിട്ടുള്ളവർക്കറിയാം. ഗ്രഹങ്ങളുടെ ഈ ഒരു മാറ്റമൊക്കെ വളരെയധികം ശക്തി പ്രാപിച്ച് മഹാദേവൻ്റെ അനുഗ്രഹം കൂടിയാകുമ്പോൾ ഇരട്ടി ശക്തി, വമ്പൻ നേട്ടങ്ങൾ വരുന്ന ചില നക്ഷത്രക്കാരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുന്ന ഈ ഫെബ്രുവരി അവസാന വാരത്തിൽ എത്തി നിൽക്കുന്ന വേളയിൽ വളരെയധികം മാറ്റം ജീവിതത്തിൽ വരാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ രാശിക്കാരാരൊക്കെയെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. ഫെബ്രുവരി അവസാന വാരത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്ന ഈ ഒരു വേളയിൽ ഭാഗ്യം കടാക്ഷിക്കുന്ന, അല്ലെങ്കിൽ മഹാദേവൻ്റെ അനുഗ്രഹം കൂടി ചേരുമ്പോൾ ഇരട്ടി ഭാഗ്യം ലഭിക്കുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ കർക്കടകം രാശിയാണ്. കർക്കടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർന്ന അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഈ ഒരു അവസാന വാരത്തിലേക്ക്, ഈ ഫെബ്രുവരി മാസത്തിൻ്റെതായ അവസാന വാരത്തിലേക്ക് എത്തുമ്പോൾ ഈ കാലയളവിൽ കർക്കടകം രാശിക്കാരുടെ ജീവിതത്തിൽ സമാധാനം വന്നു ചേരുമെന്നാണ്
പ്രത്യേകിച്ച് പറയേണ്ടത്. കാരണം 2024 വളരെയധികം സമാധാനമില്ലാതെ അലച്ചിലിൻ്റെ മേൽ അലച്ചിലായ സമയമാണ്. അതായത് വിവാഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ ജീവിതത്തിൽ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും അലച്ചിലോട് അലച്ചിലായിരുന്നു നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ആ അലച്ചിലുകളും വലച്ചിലുകളും ഒക്കെ മാറി ഈ ഒരു ഫെബ്രുവരി മാസത്തിൻ്റെ അവസാന സമയത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ വേളയിൽ നിങ്ങളിലേക്ക് സമാധാനം കൈവരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്ന എപ്പോഴാണ്? കയ്യിലേക്ക് ധനം വരുമ്പോഴും കടങ്ങളൊക്കെ ഒന്ന് വീട്ടാൻ സാധിക്കുമ്പോഴും അല്ലെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹം ഒന്ന് ശരിയാകുമ്പോൾ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരുമ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവരുന്ന കാര്യങ്ങൾ. ഇതൊക്കെയും ഇവിടെ നിങ്ങളിലേക്ക് ഭാഗ്യമായി എത്താൻ പോകുന്ന സമയമാണ്. ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നതാണ്. ജോലി കർമ്മ മേഖലയിൽ ഉയർച്ചയെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, അതേപോലെ തന്നെ പ്രമോഷൻ സാധ്യത കാണുന്നുണ്ട്. നേട്ടങ്ങൾ വളരെയധികം വലിയ തോതിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും ഒരുപോലെ തന്നെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം ഇവിടെ ഉണ്ടാവുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൂടിയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതാണ്. ക്ഷേത്ര ദർശനം മുടക്കേണ്ട. വരുന്ന 26-ാം തീയതി തന്നെ ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തുക. അല്ലെങ്കിൽ അതിന് തലേ ദിവസവും അല്ലെങ്കിൽ പിറ്റേ ദിവസവും നടത്തുകയും അടുപ്പിച്ച് ആ 3 ദിവസങ്ങൾ ഏത് ദിവസമായാലും നിങ്ങൾക്ക്, അതായത് 26 ശിവരാത്രി വരുന്നുണ്ട്, അതിന് തലേ ദിവസവും പോകാം. ശിവരാത്രി കഴിഞ്ഞുള്ള പിറ്റേ ദിവസവും നിങ്ങൾക്ക് പോയാലും മതി. അതായത് അന്നത്തെ ദിവസം സാധിക്കാത്ത ആളുകൾ ഉണ്ടാകുമല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം. ഇപ്പോഴും എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾ പോയി 3 ദിവസം, ഈ 3 ദിവസത്തിനുള്ളിൽ ഏതൊരു ദിവസമായാലും പോയി മഹാദേവനെ ഒന്ന് ദർശിക്കുക. വളരെയധികം നേട്ടം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ കഴിയുന്ന വാരം കൂടിയാണിത്. രണ്ടാമത്തെ രാശി ചിങ്ങമാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് പുതിയ ഊർജം വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇതുവരെയുള്ള ആ ഒരു അവസ്ഥ മാറി നിങ്ങളിലേക്കൊരു ഊർജം, ഒരു പ്രത്യേക പവർ, ഒരു ശക്തി വന്നു ചേരുന്ന സമയമാണ്. പുതിയ ലക്ഷ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടുന്ന സമയം. ലക്ഷ്യമില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പഠിച്ചിറങ്ങി നിൽക്കുന്ന കുട്ടികളാണ്, എന്നെക്കൊണ്ട് ഇത് പറ്റും, ഞാനിത് ചെയ്യുമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലക്ഷ്യബോധമില്ലാത്ത അവസ്ഥ നിങ്ങളിലുണ്ടായിരുന്നു. അത് മാറി നിങ്ങളിലേക്ക് ലക്ഷ്യത്തിൻ്റെതായ ഒരു ബോധം നിങ്ങളുടെ ഉൾമനസ്സിലുണ്ടാകുന്നതായിരിക്കും. ഏറ്റവും പ്രധാന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനായി ഈ ഒരു വേളയിൽ സാധിക്കും. സ്ഥിരത വന്നു ചേരുന്നതാണ്. സ്ഥിരത എന്ന് പറയുമ്പോൾ സ്ഥിരമായ ഒരു ജോലി ഉണ്ടാകും, ഒരു നിലനിൽപ്പ് നിങ്ങൾക്കുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. ഇനി അവിവാഹിതരായ ആളുകൾക്ക് ഉത്തമ ഇണയെ കണ്ടെത്താനുള്ള സമയം കൂടിയാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ സൂചന എന്നോണം ഈ വാരം നിങ്ങൾക്ക് പല പ്രധാന കാര്യങ്ങളുടെയും ഒരു സൂചനകളൊക്കെ ലഭിച്ചു തുടങ്ങുകയും ആ ഒരു സൂചനയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കൂടി മഹാദേവൻ്റെ അനുഗ്രഹം തുണയായി ഉണ്ടാകുന്നതാണ്. അടുത്ത രാശി മീനമാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാണ്. ഈ രാശിക്കാർക്ക് ഫെബ്രുവരി അവസാന വാരം സമൂഹത്തിൽ മേന്മയും പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെ 10 പേർ അറിയാൻ പോകുന്ന, നിങ്ങൾക്ക് മേന്മയിലും അല്ലെങ്കിൽ മേലിലും മേന്മ ഉണ്ടാകുന്ന തരത്തിലുള്ള ഭാഗ്യത്തിനുതകുന്നതായ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുകയാണ്. കഴിവുകൾ ഒരുപാടുള്ള ആളുകളാണ്, പക്ഷെ അത് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു വൈമുഖ്യം നിങ്ങളിലേക്കുണ്ട്. അത് നിങ്ങൾക്ക് മാറി ആ ഒരു ഷെല്ലിനകത്താണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ആ ഷെല്ല് പൊട്ടിച്ച് പുറത്ത് വരാനുള്ള ഭാഗ്യം, ഒരു സഹായം കൂടി മഹാദേവൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കുണ്ടാകും. അതിനൊരു സഹായം നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തുന്നതുമായിരിക്കും. ലോട്ടറി എടുക്കുക. നിങ്ങൾ എടുത്താൽ അതിനൊരു വമ്പൻ പ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ നല്ല സമയമായതിനാൽ തൊടുന്നതൊക്കെയും, അതായത് നമ്മളൊരു ലോട്ടറി എടുക്കാൻ ചെന്ന ഒരുപാട് ലോട്ടറികൾ നമ്മുടെ മുന്നിലുണ്ടാവും. നിങ്ങളുടെ കണ്ണുകൾ ചെന്ന് പതിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം തരാൻ പോകുന്ന ഭാഗ്യദേവത ഇരിക്കുന്ന ആ നമ്പറിൽ തന്നെയായിരിക്കും. അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് അടിച്ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗ്യം കടാക്ഷിച്ചിരിക്കും എന്നതിൽ സംശയം വേണ്ട. കാരണം ഇവിടെ ഞാൻ വീണ്ടും പറയുന്നത് നല്ല സമയമാണ്. അല്ലാതെ ആരും നമ്മളെ കൊണ്ട് ചെയ്യിക്കൂ എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിലേക്ക് അത് എത്തും. നിങ്ങൾക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ലോട്ടറി എടുക്കാത്ത ആളുകളാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഭാഗ്യം കടാക്ഷിക്കണം എന്ന വേളയാകുമ്പോൾ ഒന്ന് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാമെന്നൊരു ചിന്ത ഉടലെടുക്കും. അപ്പോൾ ചിലവർ പറയാറില്ല, നീ ഇതുവരെ ലോട്ടറി എടുക്കാത്ത ആളായിരുന്നു, ഇന്നിപ്പോൾ എന്ത് പറ്റിയെന്ന് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇതൊരു ഭാഗ്യ സമയമായതിനാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നേ മതിയാകും. അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പോലും ഗുണകരമായി ഭവിക്കുമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ബോധം വരികയും അത് നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ അത് ഇരട്ടി നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സമയമാണിത് ഫെബ്രുവരി ഈ അവസാന വാരം. ഇരട്ടി നേട്ടമെന്ന് പറയാൻ കുംഭമേളയുടെ അവസാന സമയങ്ങളാണ്, മഹാശിവരാത്രി വരുന്ന സമയമാണ്. അപ്പോൾ തേജോമയ
വായുനാഥനായ ഭഗവാൻ മഹാദേവൻ ഇങ്ങനെ ചൈതന്യം പരിലസിച്ച് നമ്മളിലേക്കൊക്കെയും അനുഗ്രഹമായി ചൊരിയുന്ന ഒരു വേളയായതിനാൽ ഇരട്ടി മാധുര്യത്തോടും ഭാഗ്യദായകവുമായ ഒരു സമയമാണിത്. അതുകൊണ്ട് കഴിവതും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുക. നന്ദി.